കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ട്രെഡ്ജർ ഉപയോഗിച്ചുള്ള ഇന്നത്തെ പരിശോധന ആരംഭിച്ചു എന്നാണ് അവിടെ നിന്ന് നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നത്. നേവി അടയാളപ്പെടുത്തിയ സ്ഥലത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്താൽ അർജുൻ്റെ ലോറി കണ്ടെത്താൻ കഴിയുമെന്നാണ് ഈശ്വർ മാൽപേ 24 പറഞ്ഞത്. ട്രെഡ്ജിംഗ് വേഗത്തിലാക്കണമെന്നും ഈശ്വർ മാൽപേ. അവിടേക്ക് ഡ്രഡ്ജിങ് എത്താൻ പറ്റിയിട്ടില്ല, ഡ്രഡ്ജർ അങ്ങോട്ട് എത്തിയിട്ടില്ല. ഞങ്ങളിപ്പോഴും ആവശ്യപ്പെടുന്നത് നേവി ശക്തമായി കണ്ടുവച്ച ആ സ്ട്രോങ് സിഗ്നൽ കിട്ടിയ CP4 എന്ന ഭാഗത്ത് തിരച്ചിൽ അവിടെ തുടങ്ങിയിട്ട് അവിടെ നിന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം മറ്റു സ്ഥലങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചിട്ട് പോവുക. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസവും നഷ്ടമാണ്. ഇത് നമ്മളെ പണ്ടത്തെ പോലെയല്ല, നമ്മൾ ഇതൊരു ലിമിറ്റഡ് ടൈമിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആ ഭാഗമായിരുന്നു ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഡൈവിങ്ങിൻ്റെ പുറകെ ഇന്ന് പോയി. അതിൽ ഡൈവിങ് ഉപയോഗിച്ചിട്ടൊരു തെരച്ചിൽ ഇനി സാധ്യമല്ല എന്ന് രണ്ടാം ഘട്ട തെരച്ചിൽ അവസാനിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. അതിൽ പ്രകാരമാണ് ഡ്രഡ്ജർ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഡൈവിങ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഡൈവിംഗ് കൂടുള്ള തിരച്ചിൽ ഈ ഡ്രഡ്ജർ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നമുക്ക് ഉള്ള കാര്യമാണ്. നേവിമാർക്ക് സ്ഥലത്തിലല്ല, അവർ മാർക്കത് 4 ആ 4ൽ ഇപ്പോൾ നമുക്ക് കയറുണ്ടല്ലോ, ആ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് മണ്ണെടുക്കുന്നു. ആ മെനഞ്ഞാന്ന് ചൊല്ലിയിട്ടുണ്ട്. ആ മണ്ണെടുത്ത മട്ടും അവിടെ കാണും വണ്ടി. നമ്മൾ എവിടെ ബോവ ഇട്ടിട്ടുണ്ടോ അവിടെ ഞങ്ങൾ പോയിൻ്റാക്കി അവിടെ തന്നെ സ്പീഡിൽ ഒരു 3-4 ദിവസം അവിടെ മണ്ണെടുത്താൽ ആ വണ്ടി കിട്ടും. ആ വണ്ടി ഇപ്പോൾ കയറി എവിടെ വരെ പോയി അവിടെ വരെ മണ്ണെടുത്ത മട്ട് ആ വണ്ടി നോക്കണം, ഇല്ലെങ്കിൽ വണ്ടി മേലെ വരില്ല. നമുക്കൊരു സംശയം പറഞ്ഞാൽ കയറുണ്ട്, വണ്ടി കണ്ടില്ല. വണ്ടിയിലെ മേലെ ഫുള്ള് മണ്ണ് വിട്ടിട്ട് കാലി കയർ മട്ടുണ്ട്. ആ കയറെടുത്താൽ വണ്ടി കാണും, ഇല്ലെങ്കിൽ മേൽഭാഗത്തിൽ റോഡിലെ പക്കത്തിൽ ഒരു മണ്ണിരിഞ്ഞിട്ടുണ്ട്, ഹോട്ടലുണ്ട്, അടിഭാഗം അവിടെ കാണും. 2 സ്ഥലം എനിക്ക് പോയിൻ്റ് ഉണ്ട്. പിന്നെ എവിടെ നമുക്ക് ഇതില്ല. கண்டிப்பாகிட்டு நம்ம அர்ஜுன்ட ஒரு எப்போ எத்தனை 14 ஒரு டஜர் உண்டு அத்தனை நாளங்கள் டெய் பண்ணும். இன்னும் அவர் இப்போ இல்லை, இப்போ நாங்கள் வண்டி எடுத்தால ആ വണ്ടി എടുത്ത സ്ഥലത്ത് 4ൽ ഞങ്ങളിപ്പോൾ തിരക്കൽ പോകണം. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് ഗംഗാവലി പുഴയ്ക്കരികിൽ നമുക്കൊപ്പം ചേരുകയാണ്. അലക്സ് റാം, എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ? തിരച്ചിൽ ആരംഭിച്ചതിന് ശേഷം എന്ത് പറയും? ഇന്നത്തെ തെരച്ചിൽ കൃത്യസമയത്ത് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, കഴിഞ്ഞ ദിവസം ഉള്ളതുപോലെ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിൽ അവരുടെ സ്വന്തം നിലയ്ക്കുള്ള ഒരു പരിശോധന നടത്തുന്നുണ്ട്. അത് ഈ പ്രധാനപ്പെട്ട നേവി അടക്കം അടയാളപ്പെടുത്തിയ CP4 പോയിന്റ് കേന്ദ്രീകരിച്ചും അതുപോലെ മറ്റ് പോയിന്റുകൾ കേന്ദ്രീകരിച്ചുമുള്ള അവരുടെ പരിശോധന അവർ നടത്തും. തൊട്ടപ്പുറത്തുള്ള ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഡ്രഡ്ജർ കമ്പനി തന്നെ ഏർപ്പെടുത്തിയ ഡൈവർമാർ ഈ ഗംഗാവലിയുടെ അടിത്തട്ടിൽ ഇറങ്ങി പരിശോധന നടത്തുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവരും ഈ പറഞ്ഞ നേവി അടയാളപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഇടങ്ങൾ, അത് കോൺടാക്ട് പോയിന്റ് 4 കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് അവരും നടത്തുന്നത്. പറഞ്ഞ നേവി അടയാളപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഇടങ്ങൾ, അത് കോൺടാക്ട് പോയിന്റ് 4 കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് അവരും നടത്തുന്നത്. അങ്ങനെയെങ്കിൽ എത്രയും വേഗം ഒരു സൂചന, അത് അർജുന്റെ വാഹനത്തെ സംബന്ധിച്ച്, ട്രക്കിനെ സംബന്ധിച്ചൊക്കെ ഒരു സൂചന എത്രയും വേഗം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിൽ ഈശ്വർ മാൽപേ അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്, ഒന്ന്, ഈ ഭാഗത്ത് ഏതാണ്ട് 10 അടി ഉയരത്തിൽ ഈ മണ്ണും ചെളിയും ഒക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായി നീക്കണം. അത് പൂർണ്ണമായി നീക്കം ചെയ്താലേ അതിനുള്ളിൽ എന്തെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ, വാഹനമോ മറ്റെന്തെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ സൂചനയെങ്കിലും ലഭിക്കൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിന് ഡ്രഡ്ജറിൻ്റെ സഹായം വേണം. ഡ്രഡ്ജർ ഇവിടെ എത്തി ഈ മണ്ണ് കാര്യക്ഷമമായി തന്നെ ഇവിടെ നിന്ന് നീക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതെയുള്ള പരിശോധന അദ്ദേഹം സ്വന്തം നിലയ്ക്ക് നടത്തുന്നുണ്ട്. അത് വിവിധ ഇടങ്ങൾ, അതായത് ഈ മാർക്ക് ചെയ്ത പോയിന്റുകളിലും അതല്ലാതെയുള്ള ഇടങ്ങളിലും ഇന്നലെ നടത്തിയതുപോലെ ഈ അടിത്തട്ടിൽ മുങ്ങിയുള്ള പരിശോധന അദ്ദേഹം നടത്തും. അദ്ദേഹം നടത്തി ഏതെങ്കിലും വാഹനത്തിന്റെ ഭാഗങ്ങളോ എന്തെങ്കിലും സൂചനകളോ ലഭിക്കുകയാണെങ്കിൽ അത് അധികൃതരോട് താൻ പറയുകയും അതിനനുസരിച്ച് അധികൃതർക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്നലെയും സമാനമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്ക് നടത്തിയ പരിശോധനയിലായിരുന്നു 2 വാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. ലോറിയുടെ ടയറും ഒപ്പം ഒരു ലോറിയുടെ ക്യാബിനും കണ്ടെത്താൻ സാധിച്ചത് അങ്ങനെയാണ്. അതിനുശേഷം അദ്ദേഹം അത് കണ്ടെത്തി പുറത്ത് വന്ന് അധികൃതരോട് നിർദ്ദേശം നൽകി അങ്ങനെ ക്രെയിൻ ഉപയോഗിച്ച് അത് ഉയർത്തുകയായിരുന്നു. ഇന്നും സമാനമായി തന്നെ അദ്ദേഹം ആ പ്ലാൻ തന്നെയാണ്, അദ്ദേഹത്തിന്റെ മിഷന്റെ പ്ലാൻ അത് തന്നെയാണ്. വിവിധയിടങ്ങളിലെ പരിശോധന നടത്തും. പ്രത്യേകിച്ച് ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരുപക്ഷെ ഈ നേവി അടയാളപ്പെടുത്തിയ കോൺടാക്ട് പോയിന്റ് 4 എന്ന് പറയുന്ന ഈ പോയിന്റിലും ഒപ്പം മറ്റ് 1, 2, 3 എന്ന് പറയുന്ന പോയിന്റുകളിലുമായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തിരച്ചിൽ എന്ന് നടത്തുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3ാം ഘട്ട ഷിരൂർ ദൗത്യമാണ്, അതിന്റെ 3ാമത്തെ ദിവസമാണ്. ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുന്നു. ഇന്നലെ വലിയ പ്രതീക്ഷയുള്ള ഒരു ദിനമായിരുന്നു, പക്ഷേ ഒടുവിൽ നിരാശയായിരുന്നു ഫലം. അർജുന്റെ വാഹനം കണ്ടെത്താൻ സാധിച്ചില്ല. ആ ദിവസങ്ങൾ ഇങ്ങനെ 2-2.5 മാസം പിന്നിടുമ്പോഴും കാണാമറയത്താണ് അർജുന്റെ വാഹനവും ആ ട്രക്കും. അർജുനെ സംബന്ധിച്ച സൂചനയും ഒക്കെ കാണാമറയത്താണ്. അർജുന്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഷിരൂരിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും സൂചന ലഭിച്ചാൽ, അതായത് ഈ തിരച്ചിൽ നടക്കുന്നത് വരെ അവർ ഇവിടെ തുടരുമെന്നാണ് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്.
അതിനുശേഷം ഈ തിരച്ചിൽ അവസാനിച്ചതിന് ശേഷമേ ഇവിടെ നിന്ന് അവർ പോവുകയുള്ളൂ എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം പറയുന്നത് ഈ ദൗത്യത്തിന്റെ ഷിരൂർ, ഈ 3 ഘട്ടമായി നടക്കുന്ന ഷിരൂർ ദൗത്യത്തിന്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിലാണ് സേനാംഗങ്ങളും അതുപോലെ ജില്ലാ ഭരണകൂടവും ഒക്കെ ഉള്ളത്. അതാണ് ഈ ഡ്രഡ്ജർ ഗോവയിൽ നിന്ന് എത്തിച്ച് നടത്തുന്ന പരിശോധന. കാര്യമായി മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ വേലി ഇറക്ക സമയമാണ്, വെള്ളം കൂടുതലായി ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരുപക്ഷെ 1-2 മണിക്കൂറിനുള്ളിൽ വേലിയേറ്റ സമയം വരുമ്പോൾ വീണ്ടും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അനുമാനിക്കുന്നത്. അതുമാത്രമല്ല ഈ പ്രധാനപ്പെട്ട ഇടങ്ങൾ, അതായത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് കാര്യമായി മണ്ണ് നീക്കുന്ന ഇടത്ത് മുങ്ങി ഇറങ്ങിയുള്ള പരിശോധന ഒരുപക്ഷെ കാര്യമായി ഒന്നും വിസിബിൾ ആയിരിക്കില്ല, അടിത്തട്ടിലൊന്നും വിസിബിൾ ആയിരിക്കില്ല. അത് ചെളി കലങ്ങിയ നിലയിലായിരിക്കും എന്നാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. അതല്ലാതെ വിസിബിളായ ഇടങ്ങളിലാണ് അദ്ദേഹം പരിശോധന നടത്തുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ കാര്യക്ഷമമായ ഡൈവിംഗ് അത് ഡ്രഡ്ജർ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അവരുടെ ഡൈവേഴ്സും സമാനമായി തന്നെ ആ പ്രധാനപ്പെട്ട പോയിന്റ്, അത് ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് അവർ ആ വള്ളത്തിൽ പിടിച്ചേക്കുന്ന ട്യൂബ് അവരുടെ ഓക്സിജൻ ഘടിപ്പിച്ചിരിക്കുന്ന ട്യൂബാണ്. ആ ഓക്സിജന്റെ വലിയ സിലിണ്ടർ അത് കരയിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവരുടെ ഷോൾഡറിൽ തൂക്കുന്ന ഓക്സിജൻ സിലിണ്ടർ ഇല്ല, അതിങ്ങനെ വള്ളത്തിൽ പിടിച്ചിട്ടുണ്ട്. അതങ്ങനെ സഹായം ചെയ്യുന്നുണ്ട്. അതിന് നടുക്കായി ഒരു ഡൈവർ ഇറങ്ങി ഉള്ള പരിശോധന അതിന് അടിത്തട്ടിൽ നടത്തുകയാണ്. അത് കറക്റ്റ് കോൺടാക്ട് പോയിന്റ് 4 ആണ്. അവിടെ അതിന് ഏതാണ്ട് ഒരു 30 മീറ്റർ ചുറ്റളവിൽ ആണ് കൂടുതലായി ലോഹഭാഗവും മറ്റുള്ളവയും ഒക്കെ, അത് അർജുൻ്റേതെന്ന് സംശയിക്കുന്ന ട്രക്കിൻ്റേത് അടക്കമുള്ള ലോഹഭാഗവും മറ്റുള്ളവയൊക്കെ കണ്ടെത്തിയ പ്രദേശമാണത്. അവിടെ നിന്നാണ് ഈ സിഗ്നലിന്റെ സജീവ സാന്നിധ്യം കണ്ടെത്തി, അതായത് കൂടുതലായുള്ള സാന്നിധ്യം കണ്ടെത്തിയ ഒരു പ്രദേശവും ആ CP4 പോയിന്റ് ആണ്. അർജുൻ്റെ കുടുംബം പറയുന്നത് ആ CP4 പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധന കാര്യക്ഷമമായി നടത്തണം എന്നുള്ളതാണ്. അവർ പറയുന്നത് ഡൈവിങ്ങിനെ പിൻപറ്റി പരിശോധന നടത്താൻ നിൽക്കാതെ ഈ ഡ്രഡ്ജിങ്ങിനെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണം, മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന, അതിലാണ് തങ്ങൾക്ക് വിശ്വാസം, പ്രതീക്ഷ എന്നാണ് അർജുൻ്റെ കുടുംബം വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഈ ദൗത്യം ഇന്നും പുരോഗമിക്കുന്നുണ്ട്. ഇന്നും നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസമൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു സൂചന ലഭിക്കും എന്ന പ്രതീക്ഷ ഈ ദൗത്യസേനാംഗങ്ങൾക്കുണ്ട്, ഡൈവേഴ്സിനുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ 1-2 മണിക്കൂറിന് ശേഷം ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ MD ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. അവരുടെ നിലവിലെ ഷിരൂരിൽ നിന്ന് അലക്സ് റാം മുഹമ്മദാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.